നീതി നിഷേധം ഉണ്ടായിരിക്കുന്നു. ആ നീതി നിഷേധത്തെ ചോദ്യം ചെയ്യാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. ഇവരുടെ വോട്ട് കിട്ടിയിട്ടാണല്ലോ ഈ മാന്യന്മാരെല്ലാം MLA MP ഒക്കെ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴെങ്ങനെയാണ് ജനങ്ങളെ ഇത്ര വെറുപ്പ് തോന്നുന്നത്? ജനവികാരത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര വെറുപ്പ് തോന്നുന്നത്? ഇതേ കാര്യമാണ് 1964 PT ചാക്കോയ്ക്കെതിരെ കോൺഗ്രസിനകത്ത് നടന്ന നീതി നിഷേധത്തിന്റെ ഭാഗമാണ് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, ഇല്ലേ? ഇതേപോലെ ഓരോ സംസ്ഥാനങ്ങളിലും ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവർ അതാത് സംസ്ഥാനങ്ങളിലുള്ളവരോട് നീതി നിഷേധം നടത്തിയപ്പോഴാണ് ജനം തെരുവിലിറങ്ങുകയും അതിനെ ചോദ്യം ചെയ്യുകയും ഈ പാർട്ടിയെ ഈ പരുവത്തിലാക്കുകയും ചെയ്തത്, ഇല്ലേ? ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് നടപ്പിലാക്കി കിട്ടേണ്ട നീതി നടപ്പാക്കാതെ നിങ്ങൾ ഇതേപോലെ തന്നെ എയർലിഫ്റ്റ് ചെയ്ത് കമൽനാഥിനെ കൊണ്ടുവന്നു. അവിടെ പാർട്ടി ഏതാണ്ട് ഫിനിഷായി കഴിഞ്ഞു. അപ്പം ഇവിടെ കേരളത്തിലും ആകെ ഈ ഒരു തുരുത്തുപോലെ കിടക്കുന്ന ഈ നാട്ടിലും വന്നിട്ട് ഇതേ കളി കളിച്ചിട്ട് നിങ്ങൾ ഈ പാർട്ടിയെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കേരളത്തിലെ സാധാരണക്കാരായ കോൺഗ്രസ്സുകാർ വോട്ടർമാരൊക്കെ ഇറങ്ങിയത്. ഈ മുമ്പൊന്നും ഇല്ലാത്ത രീതിയിലാണ് 1 കോടി വോട്ടാണ് കോൺഗ്രസ് UDF കിട്ടിയെന്ന് പറയുന്നത്, ഇല്ലേ? അതിവിടെ നിൽക്കുകയാണ്. അതിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ജനവികാരം നിങ്ങൾക്ക് കാണണ്ടായോ? ഈ ജനങ്ങളല്ലേ നിങ്ങൾക്ക് വോട്ട് തന്നിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അവരെ പുച്ഛിക്കുന്നത്? പിന്നെ സതീശനുള്ള അയോഗ്യത ഞാൻ പറയാം. സതീശന് വളയാത്ത ഒരു നട്ടെല്ലുമുണ്ട്. അതുകൊണ്ടാണ് സതീശനെ 25 വർഷമായിട്ട് ഇവർ ഒരു അധികാര സ്ഥാനങ്ങളിലേക്ക് അടുപ്പിക്കാതിരിക്കുന്നത്. വീണ്ടും അതേ സ്ഥിതി ആവർത്തിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു കോൺഗ്രസ് എല്ലാ കാലഘട്ടങ്ങളിലും ഓരോരുത്തരോട് കാണിക്കുന്നത്. വളയാത്ത നട്ടലുള്ളവരെ എല്ലാവർക്കും ഭയമാണ്. നിങ്ങൾക്ക് ആവശ്യം ആരെയാണ്? നിങ്ങൾക്ക് ആവശ്യമെന്ന് പറയുന്നത് ഇങ്ങനെ പറന്നിറങ്ങുന്നവരെയും ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വിരട്ടി ആൾക്കാരെ കൂടെ നിർത്തുകയും ചെയ്യുന്ന ഇതേപോലുള്ള നോക്കുകൂലിക്കാരെയാണ് നിങ്ങൾക്ക് ആവശ്യം.